ശ്രീ VR അനൂപ്, അൻവർ മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്നതായിരുന്നു ഉച്ചയോടെ ഉള്ള ചിത്രം. അപ്പോൾ അൻവർ എന്ന ആ ഒരു വിലപേശൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു നിലമ്പൂരിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു സാന്നിധ്യമാകുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി അടങ്ങുന്നു, ഇല്ലാതാകുന്നു എന്നൊക്കെയാണ് നമ്മൾ കരുതിയതെങ്കിൽ വൈകുന്നേരത്തോടു കൂടി നിലപാട് മാറ്റുകയാണ്. പലരും മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, സാമ്പത്തിക സഹായം പുറമേക്ക് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മത്സരിക്കും എന്ന ഒരു സാധ്യത അദ്ദേഹം ഉണ്ടാക്കുന്നു. കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ നഷ്ടമുണ്ടാകും എന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുകയാണ്. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടിയിരുന്നു എന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ളവർ UDF-നുള്ളിൽ തന്നെ അത്തരം നിലപാടുള്ളവർ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക്, അനുനയ ശ്രമങ്ങൾക്ക് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? അൻവറിനെ എന്നല്ല ആരെയും വില കുറച്ച് കാണുന്ന ഒരു സമീപനം കോൺഗ്രസിനോ UDF-നോ ഇല്ല. വൈരനിര്യാതന ബുദ്ധിയുടെ വ്യക്തിപരമായ അത്തരം താല്പര്യങ്ങളുടെ രാഷ്ട്രീയം പേറുന്നവരല്ല കോൺഗ്രസിൽ ഒരു നേതാവും. ഞങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളടക്കം ഇവിടെ കോൺഗ്രസ് നേതാക്കളെ പല തട്ടിലാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വളരെ വ്യക്തമായി അസന്നിഗ്ധമായി ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. VD സതീശൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് UDF-ന്റെ ശബ്ദം, UDF-ന്റെ ശബ്ദമാണ് VD സതീശന്റെ ശബ്ദം എന്ന് പറയുന്നത്. അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവന നടത്തുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ല. അദ്ദേഹം അത്തരം ഒരു സ്വഭാവത്തിന്റെ ഉടമയുമല്ല. ഇവിടെ കൃത്യമായി UDF-ൽ ഒരു നേതാവ് പോലും അദ്ദേഹത്തോട് വിയോജിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ അപശബ്ദം ഉന്നയിച്ചിട്ടില്ല. ഇവിടെ തുടക്കം മുതലേ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാനുള്ള ചില പരിശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനെ അവഗണിക്കാൻ എന്താണ് കഴിയുമോ? പക്ഷെ അദ്ദേഹം പോലും പറഞ്ഞത് എന്താ? എനിക്കെതിരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ നിലപാടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അദ്ദേഹം പറയുന്നത് എന്താ? സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ആരോപണങ്ങൾ ബഹുമാന്യനായ അൻവർ പിൻവലിക്കണമെന്ന. അത് പറയാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അദ്ദേഹം ഒരു മുന്നണിയെ നയിക്കുമ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പറയരുത് എന്ന് പറയേണ്ടത് VD സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ, പ്രതിപക്ഷ നേതാവിന്റെ ബാധ്യതയല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം ദുർബലനാണ് എന്ന് നിങ്ങൾ തന്നെ പറയില്ലേ? അപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാട് ഞങ്ങൾക്ക് അൻവറിനോടെന്നല്ല ആരോടും രാഷ്ട്രീയമായ വൈരനിരാധന ബുദ്ധിയില്ല. പിണറായി വിജയനോട് പോലും ഉള്ളത് വ്യക്തിപരമായ വൈരനിരാധന ബുദ്ധിയല്ല. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയന്റെ നയ നിലപാടുകളെ ഞങ്ങൾ എതിർക്കുന്നു. ആ നയ സമീപനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് നിർണായകമെന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കിയ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അൻവർ തീർച്ചയായും ചില വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ 9 വർഷമായി ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ അൻവർ ഉന്നയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഞങ്ങളിത് പണ്ടേ പറയുന്ന കാര്യങ്ങളാണ്. കേരളത്തിന്റെ പോലീസ് എന്ന് പറയുന്നത്, പിണറായി വിജയൻ നയിക്കുന്ന പോലീസിംഗ് എന്ന് പറയുന്നത് അടിമുടി സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്ന ആദ്യത്തെ ആളല്ല അൻവർ. അദ്ദേഹം ഒരു ഭരണകക്ഷി MLA ആയിട്ട് കൂടി അത് പറയേണ്ടി വരുമ്പോൾ അതിന് ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ അത്തരം തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്താൻ പോകുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ രാഷ്ട്രീയ മോഹങ്ങളുടെ രാഷ്ട്രീയമല്ല, മറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് പിണറായി വിജയന്റെ തുടർഭരണത്തിനെതിരാണ്. അതിനെതിരെ ഞങ്ങൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ഞങ്ങളെ ഡീവിയേറ്റ് ചെയ്യാൻ, അത്തരം അപഭ്രംശങ്ങൾ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത്തരം അജണ്ടകളിൽ ഞങ്ങൾ വീഴില്ല. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത്, രാഷ്ട്രീയ ശത്രു എന്ന് പറയുന്നത് LDF ഗവൺമെന്റ് ആണ്. ഇവിടെ BJP ഉണ്ട് തീർച്ചയായും. പക്ഷെ BJP VR അനൂപ്, പിണറായി സത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അൻവറുമായി അപ്പോൾ സഹകരിച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. നോക്കൂ, ഇന്ന് അൻവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ എന്താണ് ഒരു യോജിപ്പിലേക്ക് എത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളത് പറയുന്നു. അദ്ദേഹം മത്സരിച്ച് 2 തവണ ജയിച്ച നിലമ്പൂർ, ജയിച്ച സീറ്റ് നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നിലനിർത്താൻ ആവശ്യമായ ചില ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്ത് അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നോ UDF-നെ സംബന്ധിച്ച്? കോൺഗ്രസിന്റെ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഒരേ ഒരു വ്യക്തിയാണ് അതിനെതിരെ നിന്നത്. അപ്പോൾ VD സതീശന്റെ പിടിവാശി മൂലം ആ ഒരു സാധ്യത അടഞ്ഞു പോവുകയാണോ ഉണ്ടായിട്ടുള്ളത്? ലീഗിനെ സംബന്ധിച്ച് വലിയ എതിർപ്പ് അൻവറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി സംരക്ഷിച്ചുകൊണ്ട്, അൻവറിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് നിലമ്പൂരിൽ ഒരുമിച്ച് പോകാനുള്ള ഒരു സാധ്യത VD സതീശന്റെ പിടിവാശി മൂലം ഇല്ലാതായിട്ടുണ്ടോ? ഞാനൊരു കാര്യം തുടക്കത്തിലേ പറഞ്ഞു, അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്.
VD സതീശൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവിനെ, ഞങ്ങളുടെ മുന്നണിയുടെ നേതാവിനെ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്തി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാമെന്ന് ആരും കരുതേണ്ട. അത് അദ്ദേഹവും കരുതേണ്ട. അദ്ദേഹം എന്താണ് പറഞ്ഞത്? VD സതീശനിൽ പ്രതീക്ഷയില്ല, KC വേണുഗോപാലിനാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലും VD സതീശനും രണ്ടാണെന്ന് നിങ്ങൾ കരുതേണ്ടെന്നേ. KC വേണുഗോപാൽ ഞങ്ങളുടെ നേതാവാണ്, അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്. അദ്ദേഹം കേരളത്തിലെ ലീഡർഷിപ്പിനെ ബൈപ്പാസ് ചെയ്ത് ഏതെങ്കിലും ഘട്ടത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ? VD സതീശനെ മുഖവിലക്കെടുക്കാത്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വന്നു. KC വേണുഗോപാൽ ആരുടെ താല്പര്യമാണ് നടപ്പിലാക്കിയത്? പക്ഷേ KC വേണുഗോപാലിന്റെ ഒരു ദിവസത്തെ തന്നെ 2 നിലപാടുകൾ ചില സൂചനകൾ നൽകുന്നതായിരുന്നല്ലോ. ആദ്യം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അറിയാമല്ലോ. അത്തരം പ്രതീതികളോട് ഉണ്ടാക്കപ്പെടുകയാണ്. KC വേണുഗോപാൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. പക്ഷെ അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എന്താ? കേരളത്തിൽ PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി ഒരു നിലപാടെടുത്താൽ അത് ഡൽഹിയിൽ നടപ്പിലാക്കുകയും അതിനുവേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായ മര്യാദയാണ് KC വേണുഗോപാൽ വെച്ചു പുലർത്തിയത്. ഇപ്പോഴും പറഞ്ഞത് എന്താ? VD സതീശൻ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ, കേരളത്തിലെ ലീഡർഷിപ്പ് അങ്ങനെ നിലപാടെടുക്കുമ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്യാൻ ഞാനില്ല എന്ന് പറയുന്ന നിലപാടിൽ അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ? കേരളത്തിലെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ കരുത്തും പ്രാപ്തിയുമുള്ള ഒരു ലീഡർഷിപ്പാണ്, ഇവിടെ തീരുമാനിക്കപ്പെടട്ടെ എന്നുള്ള നിലപാടല്ലേ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താ? ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ KC വേണുഗോപാൽ ഒരു നിലപാട്, VD സതീശൻ വേറൊരു നിലപാടൊന്നുമില്ല. കോൺഗ്രസിന്റെ നിലപാട് ഒരു നിലപാടാ. അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ഒറ്റപ്പെടുത്തി ടാർഗറ്റ് ചെയ്യുക, വേർപ്പെടുത്തി കാണിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ VS ഒന്നും പാർട്ടി വേറൊന്നും എന്ന് പറഞ്ഞ് CPM ഉണ്ടായ പോലെ ഉള്ളൊരു സ്ഥിതിവിശേഷം കോൺഗ്രസിലെ ഇല്ല. കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത്, VD സതീശൻ എടുക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും അംഗീകരിക്കുന്നത് മാത്രമല്ല, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള UDF-ലെ സമുന്നതരായ ഘടകകക്ഷി നേതാക്കളും പറഞ്ഞത് എന്താ? ഇവിടെ 2 അഭിപ്രായമില്ല. അങ്ങനെ 2 അഭിപ്രായമുണ്ട് എന്ന് ആര് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് സത്യവിരുദ്ധമാണ്, അവാസ്തവമാണ്, അസംബന്ധമാണ്. ഇവിടെ ഞങ്ങൾക്കാർക്കും അൻവറിനോട് അത്തരത്തിലുള്ള വിരോധമില്ല. ഇപ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ? എന്നെ കുറിച്ച് പറയുന്ന വ്യക്തിപരമായ കാര്യങ്ങൾ ഞാനൊരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഞാനതിനെ വ്യക്തിപരമായി കാണുന്നില്ല. പക്ഷെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഒരു തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച ആളെന്നുള്ള നിലയ്ക്ക് ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുള്ള പ്രസ്താവന ഇറക്കിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അൻവർ ഇനി വേണ്ട എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങേയറ്റം പൊളിറ്റിക്കലി മെച്ചുവേർഡായ പാകത വന്ന ഒരു പ്രസ്താവന നിലപാടാണ് UDF-ന്റേതെന്ന് പറയുന്നു. എന്തായാലും ഇതുവരെ പല തീരുമാനങ്ങളിലും നിലപാടുകളിലും അൻവർ മണിക്കൂറുകൾക്കുള്ളിൽ മാറ്റം വരുത്തുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു നിലപാടിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതും ഇനി മാറിക്കൂടായൊന്നുമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ E. അഫ്സൽ,